അവള് നല്ല കറക്റ്റ് മറുപടി. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ മറുപടി നെഗറ്റീവിന് മറുപടി കൊടുക്കാത്ത ഒരാളെ ഞാൻ. പക്ഷെ അവള് കറക്റ്റ് മറുപടി കൊടുക്കുന്നു. അത് അവളെ പ്രകൃതം, എന്റെ പ്രകൃതം അങ്ങനെയല്ല, ഞാൻ മറുപടി അങ്ങനെ കൊടുക്കാറില്ല. അപ്പം എന്നെ തോന്നുന്നു അവളെ അഗേൻസ്റ്റ് വന്ന് നെഗറ്റീവ് ഓടുകൾ കൂട്ടമായി അവളെ ആക്രമിച്ചു. അവളെ അനുകൂലിക്കുന്ന പോസിറ്റീവ് ഓടുകൾ വന്ന് അവരെ ആക്രമിച്ചു. ആ 2 പ്രതി ആക്രമണത്തിന് കീഴിൽ വീഡിയോ അടിച്ചു കയറി 7 മില്യൺ. അതാണ് സത്യം. ഈ ഒരു പഠന സന്ദേശ സിനിമയിൽ പറയില്ലേ, വിഘടനവാദികളും പരക്രിയവാദികളും കൂടി ചേരുമ്പോൾ അതേപോലെ തന്നെ 2 ആംഗിളിൽ നിന്ന് 2 ആൾ ആക്രമിച്ചു. ഞങ്ങൾ 2 പേരെ വീഡിയോ കയറി. അതാണ് യഥാർത്ഥ സംഭവം. ഇപ്പൊ ചേച്ചിയാണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. വളരെ ബോൾഡ് ആയിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആൾക്കാർ എന്ത് പറഞ്ഞാലും ചേച്ചി അത് മൈൻഡ് ചെയ്തിട്ട് പോകുന്നില്ല എന്നുള്ള ഉള്ളില് വിഷമം ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്താ പറയാ, ഉള്ളിൽ വിഷമം ഉള്ളിൽ വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു ഉള്ളിൽ എങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ നമ്മുടെ മൂവി വേൾഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിന്റെ ഒരു ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇരിക്കുമ്പോ നമ്മുടെ പാർട്ണറെ പോകരുത്, ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയാണ് അവസ്ഥ. ഭയങ്കര സിമ്പിൾ ആയിരുന്നു. പുള്ളി ആരും മൈൻഡ് ചെയ്തില്ല. പുള്ളി അങ്ങോട്ട് പറയും അപ്പച്ച അമ്മച്ചി എന്ന് ഓടിച്ചത് മക്കളെ എന്ന് പറഞ്ഞ് വിളിക്കുക, അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതി. അതെല്ലാവരും പറയായിരുന്നു കേട്ടോ. ചാർമാജിക്കിന്റെ ഷൂട്ടിന് നമ്മളെ വിളിച്ചപ്പോൾ അവിടെ ചെന്നപ്പം അന്ന് സൂചിച്ചായിട്ട് ലാസ്റ്റ് പോകുന്നേരത്ത് കാറെ കയറിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പുറകെ ടിഷ്യൂ കൊടുക്കാൻ. എന്തിനാണ് മക്കളെ മേക്കപ്പ് ഇവിടെ ഇരുന്നോട്ട് അഴിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്ത വരെ അങ്ങനെ ചെയ്തില്ല. കാരണം ഷൂട്ട് കഴിഞ്ഞുള്ള പുള്ളി വൈകിട്ട് മുഖത്തുടച്ചിട്ടേ കയറത്തുള്ളൂ. അന്ന് പുള്ളി അങ്ങനെ ചെയ്തില്ല. ആ മേക്കപ്പോട് കൂടിയാണ് ആൾ അവസാനം പോകുന്നത്. ഭർത്താവില്ലാതെ പോകുന്ന ഒരാൾ ഒരുങ്ങി നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാബു ആയിട്ടുള്ള കാര്യമായിട്ടാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. ഈ ഒരുങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിച്ചക്കാരിയായിട്ട് പോകണം എവിടെയും പോകുമ്പോൾ. മറ്റുള്ളവർ ഓടിക്കത്തില്ല കുളിക്കാതെ നനയ്ക്കാൻ നടന്നത്. അത് എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കമന്റ്സ് ആണ്. ഞാൻ യൂട്യൂബിലെ മറ്റ് ഫേസ്ബുക്കിലെ ഒന്നും ഞാൻ നോക്കത്തില്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, സുധിച്ചേട്ടന്റെ പേര് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് വൃത്തികെട്ട ഒരു വാക്ക് വെച്ചിട്ടാണ് സംസാരിച്ചത്. നീ ആരാണെങ്കിലും നിയമപരമായിട്ട് തന്നെ ഇതിനുള്ള ഉത്തരം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. കുറച്ച് മുമ്പ് സോറി ചേച്ചി എന്നാൽ ഡിലീറ്റ് ആയിരുന്നു. വൃത്തികെട്ട വാക്കുകൾ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സുധിച്ചേട്ടനെ എന്നെ വെച്ചിട്ട് വെറും വൃത്തികേടാണെന്ന് പറഞ്ഞത്. ഞാൻ ഇതിനകത്തൊന്നും ഉത്തരം പറഞ്ഞു. നീ നിയമത്തിന് മുന്നിൽ വന്ന് നീ ഇതിന് ഉത്തരം പറയണമെന്ന് പറഞ്ഞു. 2 ചിന്താഗതിക്കാരാ. നീ വേണേ കെട്ട്, നീ എന്തിനാ ആവശ്യമില്ലാതെ പറയുന്നത്. ചിലവർ പറയും വേണ്ട ഇങ്ങനെ തന്നെ മതി, മോളെ അങ്ങനൊന്നും പറയല്ലേ, കെട്ടത്തിലൊന്നും പറയല്ലേ. ഞാനൊന്നും വേണ്ടി എലിക്കോട്ട് പറയാം. രേണു എന്ത് പറഞ്ഞാലും അവിടെ വിവാദമാണ്. ഇപ്പൊ ചേച്ചി പറയുന്നുണ്ട് അതിനകത്ത് ഇപ്പൊ പിച്ചക്കാരിനെ പോലെ നടക്കണോ എന്നുള്ളത്. അതായത് ഒരുങ്ങി നടന്നാലും വരെ പ്രശ്നമാണ്. ആ ഒരു സീനില്, ആ ഒരു റീലില് ഒരു പാവാടയും ഒരു ബ്ലൗസ് ഇട്ടിട്ട് ഗോപികയുടെ ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നപ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായി. ദാസേട്ടനായിട്ട് കുറച്ച് ഇഴുകി അഭിനയിക്കുന്നതാണ് അതിനകത്ത്. നമ്മളിപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് എത്രയോ സിനിമാ നടന്മാര്, തന്മാത്ര സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ മമ്മൂക്ക് അഭിനയിച്ചിട്ടതിന് മുമ്പ് സിനിമകളിൽ ഇല്ലേ, അതിലൊക്കെ ഇഴുകി അഭിനയിക്കുന്ന സാഹചര്യങ്ങളിൽ ഇഴുകി അഭിനയിക്കണം. അതാ അതിന്റെ പ്രത്യേകതയാണ്. മനസ്സിലായില്ലേ? ആ പാട്ട്, ഞങ്ങൾ ആ പാട്ട് ചെയ്യുമ്പം നമ്മളെ ലേണ് ആ സൈഡിലും ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ തലയാട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതിന് ആ പാട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ കഥാപാത്രത്തിന് വേണ്ടി ചെയ്ത കാര്യം അവിടെ ചെയ്തിട്ട് അത്രയും 100% ഒരു ഇഴുകിയ അഭിനയം അതിലില്ല. ഇത് ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് അറിയാം. ഇത് അഭിനയിക്കുമ്പോ രേണു ചേച്ചി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഭിനയമാവുമ്പോ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആളുകൾക്ക് അറിയാം. എന്താ അഭിനയമാവുമ്പോ ഇങ്ങനെയൊക്കെ അഭിനയിക്കേണ്ട വരും, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വരും എന്നുള്ളത്. പക്ഷെ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു സുധിച്ചേട്ടന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞിട്ടാണ് രേണു ചേച്ചിനെ എല്ലാവരും അറിയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു പേരില് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നടക്കണം. എനിക്ക് തോന്നുന്നു വെള്ള സാരിയെ കൊടുത്ത് നടക്കുന്നതായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം എന്ന് തോന്നുന്നു. ചേട്ടൻ ഈ പറഞ്ഞ ആൾക്കാർ രേണു പറഞ്ഞെടുത്ത് തുടങ്ങാം. ഈ പറഞ്ഞ ആൾക്കാർ രേണുവിന്റെ കുടുംബത്തിൽ അരി വാങ്ങി കൊടുക്കുന്നില്ലല്ലോ, രേണുവിന് പൈസ കൊടുക്കുന്നില്ലല്ലോ. നീ വീട്ടിലിരുന്നാൽ മതി കൊച്ചെ, ഞങ്ങൾ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാമ്പത്തികം ഞങ്ങൾ ചെയ്യാൻ ആരും പറയുന്നില്ലല്ലോ. പിന്നെ എന്തിന് നെഗറ്റീവ് ഓളുകൾ കുറയ്ക്കട്ടെ ചിത്ര. കുറച്ച് കഴിഞ്ഞാലേ മുന്നോട്ട് കുറച്ചു നേരം കഴിയുമ്പോ നിന്നോളൂ. പിന്നെ ദാസേട്ടൻ അറിയുന്നുണ്ടോന്ന് അറിയില്ല, വിവാദങ്ങളിൽ പെടുന്ന നായികമാരെ മാത്രം പിക്ക് ചെയ്ത് ദാസേട്ടൻ എടുക്കുന്നു റീല് ചെയ്യാൻ എന്നുള്ളതാണ് കുറച്ച് പേര് പറയുന്നത്. ഞാൻ പറഞ്ഞ കുറച്ച് പേര് പറയുന്നു എന്നാട്ടോ പറഞ്ഞു, ഞാൻ പറയുന്നില്ല. ഓക്കെ, അതും ആ ഒരു ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലാണ് കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിലും 1-2 സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ പിക്ക് ചെയ്തെടുക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുകയാണ്? എങ്ങനെ ഇതൊക്കെ പ്ലാൻ ചെയ്തെടുക്കുന്നത്? ചേച്ചിയാണോ പിക്ക് ചെയ്യുന്നത്? ചേച്ചിയൊക്കെ അത് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി. അല്ല, നിലാ നമ്പ്യാരെ കൂടെ ആദ്യം എടുത്തത് പറഞ്ഞത്. നിലാ നമ്പ്യാർ എന്ന വ്യക്തി തുടങ്ങിയ സമയത്ത്
തുടങ്ങിയ സമയത്ത് അതുവരെ ബന്ധപ്പെട്ട് റീൽ എടുക്കാൻ എന്നെ വിളിച്ചു, നിളാനമ്പ്യാരെ വിളിച്ച് ക്യാമറമാൻ വിളിച്ചു, ഡിബിൻ ഡെമണാണ്. ഞങ്ങളെ റീൽസ് എടുത്ത് അതേ സെയിം ആളാണ് ഡിബിൻ ഡെമണൻ. അയാൾക്ക് മുമ്പ് കല്യാണ പരിപാടിക്ക് ഞങ്ങൾ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ എന്നോട് ദാസോട്ട് ഇങ്ങനെ ഒരു സാധനം എടുക്കാണ്ട് നിളാനമ്പി, ഞാൻ നിളാനമ്പ്യാരെ വീഡിയോസ് കണ്ടിരുന്നു. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിളാനമ്പ്യാസ് ഇടുന്ന വീഡിയോസ് കണ്ടിരുന്നു. അങ്ങനെ അവിടെ പോയി അവരെ കൂടെ നടന്നു പോയി ജസ്റ്റ് കൈ പിടിച്ച് നടക്കുക, അവരെ സഞ്ചി കൈ പിടിക്കുക, താടി ഈ സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ എടുത്ത വീഡിയോ ഞാൻ എന്തെങ്കിലും വൾഗാരിറ്റി മോശമായി ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. അങ്ങനെ റീൽസ് എടുത്തു പോകുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് പുറത്തിറങ്ങിയ സമയത്ത് ഇപ്പോഴുള്ള അവസ്ഥയല്ല അന്ന് കുറെ ആൾക്കാർ ഇവരെ പറ്റി കൂടുതൽ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. അതൊരു സത്യമായ അവസ്ഥയാണ്. പല ആൾക്കാരും ഞാൻ പറയുമ്പോൾ വിചാരിക്കും അവൻ വെറുതെ, പക്ഷെ ഒരിക്കലും വെറുതെ പറയുന്നില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു സംഘം നിളാനമ്പ്യാരുടെ തുടക്കകാലത്ത് ഒരു 2 റീൽസ് അവരെ കൂടെ എടുത്തിട്ടുണ്ട്. ഒന്ന് എന്റെ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്, ഒന്ന് അവരെ അക്കൗണ്ടിലുള്ളത്. ആ അക്കൗണ്ട് ഇപ്പൊ കാണുന്നില്ല, എന്താ എനിക്കറിയില്ല. അത് നിളാനമ്പ്യാർ ആദ്യം, രണ്ടാമത് ഒന്നാള്, മൂന്നാമത് ഒന്നും ഒരിക്കലും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതേ അല്ല. ഞാൻ ചെയ്യുന്ന വീഡിയോസ് റൊമാൻസ് ചെയ്യാറുണ്ട്, ആക്ഷൻ ചെയ്യാറുണ്ട്, ഫാമിലി ടൈപ്പ് ചെയ്യാറുണ്ട്. റൊമാൻസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇപ്പോൾ ലേഡീസ് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആക്ടിങ് എങ്ങനെ, അവരുടെ എക്സ്പ്രഷൻസ് എങ്ങനെ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഫോളോവേഴ്സ് നോക്കാറില്ല, വേറെ ഒന്നും ഞാൻ നോക്കാറില്ല. അങ്ങനെ സാഹചര്യവശാൽ നിളാനമ്പ്യാരോട് ആദ്യം നിളാനമ്പ്യക്ക് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരാൾക്കാർ. അങ്ങനെ ഇപ്പൊ രേണുസുദ്ധി ലാസ്റ്റ്. അത് ഒരിക്കലും ഈ നിളാനമ്പ്യാരെ രേണുസുദ്ധി നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. അതൊരിക്കലും ചെയ്യാൻ, അത് ചെയ്യുന്നതാണ് തെറ്റ്. അത് ആരൊക്കെയാ ചെയ്യുന്നത് എനിക്കറിയില്ല. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈ നിളാനമ്പ്യാരായിട്ട് വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നോ? റിഗ്രറ്റ് ആ സമയത്ത് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ചെയ്തതിലല്ല യാതൊരു വൾഗാരിറ്റി. പിന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ എത്ര ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ആരും പേരൊന്നും പറയുന്നില്ല. അപ്പൊ ഞാനൊരു ആളെ കൂടെ നിളാനമ്പ്യാർ എന്ന വ്യക്തിക്ക് മോശമായി ഒരിക്കലും മോശം ആളൊന്നല്ല. അവരെ ജീവിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നു, അതെന്തായിക്കോട്ടെ. അവരെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. നമ്മൾ ഒരിക്കലും ഒരാളെ കുറ്റം പറയരുത്. പക്ഷെ അവരെ കൂടെ ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ട് എനിക്കിപ്പോ പാശ്ചാത്താപം ഒന്നുമില്ല. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്നു, ഇച്ചിരി തോന്നിയിരുന്നു സത്യമാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് യാതൊരു പാശ്ചാത്താപം ഇല്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ ചെയ്ത വീഡിയോ അടിപൊളി വീഡിയോ, അതിലൊരു വൾഗാരിറ്റി ഇല്ല, ഒരിക്കലും ഇല്ല. ചേച്ചി പറയാറുണ്ടോ എന്തെങ്കിലും വീഡിയോ ദാസേട്ടാ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാലോ, അവക്കറിയാം ആരോ ആക്ടർ എന്ന് പറയാം. ഞാൻ റീൽസ് മാത്രം അഭിനയിക്കുന്ന ആക്ടർ അല്ല. സിനിമയിലെ റാണി സിനിമയിൽ എനിക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. കുണ്ടന്നൂർ അല്ല, അതിനുശേഷമുള്ള നമ്മളെ തങ്കമണി സിനിമ, അവരൊക്കെ വൈഫായിട്ടും അതുപോലെ തന്നെ അമ്മയായിട്ടും ധാരാളം സ്ത്രീകളോട് അഭിനയിച്ചിട്ടുണ്ട്. അവരോട് അഭിനയിച്ചിട്ടുണ്ട്. റാണി സിനിമ എനിക്ക് തോന്നുന്നു എന്റെ വൈഫായി ക്യാരക്ടർ ചെയ്ത ആള് അതിന്റെ വില്ലനെ കൊല്ലുന്ന സീനാണ്. അപ്പൊ ഓടി വന്ന് ഹഗ് ചെയ്യുന്നുണ്ട് ആ സീനിൽ എന്റെ വൈഫായി അഭിനയിച്ച ആളെ. ആ സമയത്ത് നമ്മളെ കഥാപാത്രമാണ്, നമ്മുടെ ആക്ടിങ് ചെയ്യാണ്. സിനിമയില് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ക്രിറ്റിസിസം കുറവാണ്, വളരെ കുറവാണ്. ഇപ്പം റീൽസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ആളുകൾ അങ്ങ് റീൽസ് നോക്കും, ആൾക്കാര് ചെയ്തവന്റെ അക്കൗണ്ട് എടുത്ത് നോക്കും, ഫീമെയിൽ അക്കൗണ്ട് നോക്കും, മെയിൽ അക്കൗണ്ട്, ഇതെന്താ അവര് തമ്മിൽ. ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിൽ കുറെ ആൾക്കാർ നെഗറ്റീവുകൾ ധാരാളം ഉണ്ട്. കാര്യത്തിൽ അവർ കുരയ്ക്കും ചിത്രം. ആ കുരയ്ക്കുമ്പം നമ്മൾ പിറകോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് എവിടെ എത്താൻ കഴിയില്ല.